نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സ്രഷ്ടാവായ പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ രഹസ്യത്തിലും പരസ്യത്തിലും കഴിവിൻ്റെ പരമാവധി അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിന് കണക്കാക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ളവരെ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാവസാനം വരെ വരാനിരിക്കുന്ന മനുഷ്യർക്ക് കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യവുമായി കൊണ്ടല്ലാതെ ആ പ്രവാചകരെ നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ പ്രവാചകൻ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ആ പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു വിഷയത്തിലേക്കുള്ള കേന്ദ്രീകരണമല്ല. ഇന്ന വിഷയത്തിൽ മാത്രമാണ്, രാഷ്ട്രീയ നിലപാടുകളിൽ പ്രവാചകൻ മാതൃകയാണ് എന്ന് മാത്രമല്ല, കുടുംബജീവിതത്തിൽ മാത്രം അല്ലെങ്കിൽ ഇസ്ലാമിനെ അനുസരിക്കുന്നിടത്ത് മാത്രം എന്നത് എവിടെയുമില്ല. മറിച്ച് പ്രവാചകന്റെ ജീവിതം മൊത്തം എടുത്തു നോക്കുമ്പോൾ ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു ഉപ്പ എന്ന നിലക്ക്, ഒരു സാമൂഹിക നിരീക്ഷകൻ എന്ന നിലക്ക്, ഒരു നേതാവെന്ന നിലക്ക്,
ഒരു കൂട്ടം ആളുകളുടെ അവരുടെ അനുയായികളുടെ നേതാവ് എന്ന നിലക്ക്, ലോകത്തിൻ്റെ നായകൻ എന്ന നിലക്ക് കൃത്യമായി എല്ലാ മേഖലയിലും, കച്ചവട രംഗത്താകട്ടെ, കുടുംബ രംഗത്താകട്ടെ, ബിസിനസിൻ്റെ മേഖലയിലാകട്ടെ, സമ്പത്തിൻ്റെ കാര്യങ്ങളിലാകട്ടെ, ഇനി രാഷ്ട്രീയ കാര്യങ്ങളിലാകട്ടെ, എവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ കൃത്യമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരൊറ്റ ഹജ്ജ്, ജീവിതത്തിൽ ആകെ ഒരു ഹജ്ജ് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. അതിൽ അറഫ സംഗമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തുകൊണ്ടും ഉപദേശം സ്വീകരിക്കാൻ നമുക്ക് മാതൃകയായിട്ടുള്ളത് പ്രവാചകന്റെ ഉപദേശം മാത്രമാണ്. കാലങ്ങൾ എത്ര മാറിയും മറിഞ്ഞാലും, ട്രെൻഡുകൾ എത്ര മാറി മറിഞ്ഞാലും എന്നും പ്രസക്തമാകുന്ന ഉപദേശം അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്. ആ ഉപദേശങ്ങൾ ഏത് കാലഘട്ടത്തിനും യോജിക്കുന്ന ഫിറ്റായതാണ്. ചില ആളുകൾ പറയും അതൊക്കെ 6-ാം നൂറ്റാണ്ടിലുള്ളതാണ്, പഴഞ്ചനാണെന്ന് പറയും. പക്ഷെ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളെ നമ്മൾ ഓരോന്നും എടുത്ത് ഇടകീറി പരിശോധിക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ, ധാർമ്മിക ബോധമുള്ള മനുഷ്യനാക്കി, സമൂഹത്തിനും വീട്ടിനും നാട്ടിനും രാജ്യത്തിനും ഉപകരിക്കുന്ന ഏറ്റവും നല്ല മനുഷ്യനായി, പൗരനാക്കി മാറ്റിയെടുക്കാൻ ഉതകുന്ന, അതിനപ്പുറം ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് മരണാനന്തര ജീവിതത്തിൽ വിജയിക്കാൻ ഉതകുന്ന ഉപദേശങ്ങൾ മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ ഉപദേശങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് വളരെ പ്രസക്തമായ ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ 10 ഉപദേശങ്ങളെയാണ് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. അതിൽ ഒന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പറയാണ്, ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആദ്യം എല്ലാവരുടെയും ശ്രദ്ധ ഒന്ന് ക്ഷണിച്ചു. ഇസ്മഉ ഖൗലി, എൻ്റെ ശബ്ദത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം, എൻ്റെ സംസാരത്തെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ആദ്യം സഹാബത്തിന്റെ ശ്രദ്ധയെ ഒന്ന് ഇങ്ങോട്ട് വലിക്കാൻ. അതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത് 1.25 ലക്ഷം വരുന്ന സഹാബത്തിന്റെ മുമ്പിൽ ഇങ്ങനൊരു മൈക്കില്ല, ഇങ്ങനൊരു സ്പീക്കറും ഇല്ല. അവിടെ പ്രവാചകന്റെ ശബ്ദം എല്ലാവരിലേക്കും എത്തിയെന്നാണ്. അത്രയും നിശബ്ദമായി കൊണ്ട് ആ അന്തരീക്ഷം, ഒരു സൂചി തറയിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ സൂചി തറയിലേക്ക് വീണതിന്റെ ശബ്ദം കേട്ടിരുന്നു എന്നാണ്. അത്ര നിശബ്ദമായി 1.25 ലക്ഷം വരുന്ന, ഈ കാണുന്ന 150-200 ആളുകളല്ല, 1.25 ലക്ഷം വരുന്ന സഹാബത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ആ സഹാബത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജബലുർ റഹ്മയുടെ കുന്നിൽ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ഉപദേശിച്ചു. ആ ഉപദേശത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഒന്നാമത്തത്, അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ അയ്യുഹന്നാസ്, പ്രവാചകൻ പറഞ്ഞതിനെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ ഇങ്ങനെ പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖുദുൽ ഇൽമ ഖബല അൻ യഖ്ബൽ, നിങ്ങൾ അറിവ് സ്വീകരിക്കണം. ആ അറിവ് ഉയർത്തപ്പെടും, അത് പിടിക്കപ്പെടും. ആ അറിവ് പിടിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അറിവിനെ സ്വീകരിക്കണം എന്നാണ്. സാന്ദർഭികമായി പറയട്ടെ, SSLC കഴിഞ്ഞു നിൽക്കുന്ന റിസൾട്ട് നമ്മൾ കണ്ടു നിൽക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. ഇനി +1 അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെയുള്ള വിദ്യാർത്ഥികളുള്ള രക്ഷിതാക്കളിൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കാം. ഏതായാലും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നമ്മൾ ചോയ്സ് ചെയ്യുന്നത് ഏറ്റവും നല്ല സ്ഥാപനങ്ങളായിരിക്കണം. ഇന്ന് സ്കൂൾ ക്യാമ്പസുകൾ ലഹരിയുടെയും അതുപോലെ തന്നെ മോശത്തരത്തിൻ്റെയും അനാശാസ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ പഠിക്കാൻ, അതും ദീനും ഭൗതികവും ഒരുമിച്ച് പഠിക്കാൻ ലഭിക്കുന്ന ഏറ്റവും നല്ല സുവർണ അവസരമുള്ള വ്യത്യസ്തമായ ക്യാമ്പസുകളുണ്ട്. അതിൽ തന്നെയും കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രമായ ജാമിയ അൽ ഹിന്ദ് എന്ന സ്ഥാപനം, അവിടെ നമുക്ക് അഡ്മിഷൻ ഇനി 31-ാം തീയതി വരെ അതിൻ്റെ അഡ്മിഷൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള അവസരമുള്ളൂ. അങ്ങനെ ദീന് പഠിക്കാനും ദുനിയാവും രണ്ടും ഒരുമിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആ ഒരു അവസരത്തെ ഉപയോഗപ്പെടുത്താമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കാരണം ഇൽമ കൊണ്ടേ ഉയരാൻ സാധിക്കുകയുള്ളൂ. ഇൽമില്ലെങ്കിൽ ഒരു പക്ഷേ പലയിടത്തും പറ്റിക്കപ്പെടുന്ന അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുന്ന, ഇൽമില്ലാത്തതിൻ്റെ പേരിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇൽമ്, അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ,
ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് ജാമിയ അൽ ഹിന്ദ് നൽകുന്നത്. അതുകൊണ്ട് ഇൽമ പഠിക്കാൻ +1 അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ താല്പര്യമുണ്ടെങ്കിൽ അതിനാണ് മുൻതൂക്കം നൽകേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ ഇൽമ പഠിക്കണം. അത് ഞാൻ കുറേ പ്രായമായി, 50-60 വയസ്സായി, ഇനി ഞാൻ എവിടെ നിന്ന് പഠിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ടവരല്ല ഈ ഇരിക്കുന്ന ഓരോരുത്തർ. ഈ പള്ളിയിൽ വ്യത്യസ്തമായ ക്ലാസ്സുകളുണ്ട്. സുബഹിക്ക് ശേഷമുള്ള ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ QHLS-ന്റെ ക്ലാസ് ഉണ്ട്. വ്യത്യസ്തമായ സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ യൂട്യൂബ് തുറന്നാൽ എന്തെല്ലാം ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. ആ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കാൻ നമുക്ക് വിരൽത്തുമ്പിൽ നമ്മുടെ ക്ലാസ്സുകൾ, ഇൽമിൻ്റെ വിജ്ഞാനം അത് നിറഞ്ഞു നിൽക്കുകയാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഉപദേശിക്കുന്നിടത്ത് കാണാം, ഫഇന്നി ഖദ് ബല്ലഗ്തു വതറക്തു ഫീകും മാ ഇൻ തസംതും ബിഹി. പ്രവാചകൻ പറയാണ്, ഞാൻ നിങ്ങളിൽ ചിലത് വിട്ടേച്ച് പോവുകയാണ്, നിങ്ങൾ അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാം. എന്നിട്ട് പറയാണ്, ഫലൻ തളില്ലു, നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കിതാബല്ലാഹി വസുന്നത്തി റസൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനവും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീനാൽ നൽകിയ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുമാണ് നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നത്. അത് രണ്ടും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും വഴിപിഴക്കുകയില്ല എന്ന്. സമൂഹത്തിനിടയിലുള്ള ഛിദ്രതകളും അതുപോലെ തന്നെ അഭിപ്രായ ഭിന്നതകളും അതിൽ പരിഹാരം കാണേണ്ടതും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിട്ടാണ്. നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞാൽ അതിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഖുർആനിന്റെ സുന്നത്തിന്റെ വക്താവായിക്കൊണ്ട് നമുക്ക് മാറാൻ സാധിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഉപദേശം എന്നറിയോ? മനുഷ്യർ തമ്മിലുള്ള ഹക്ക് അതിനെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രവാചകൻ പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന ദിമാഅക്കും വ അംവാലക്കും അലൈക്കും ഹറാമുൻ ഇലാ അൻ തൽഖൂ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് പരസ്പരമുള്ള ചോരചിന്തലുകൾ, അഭിമാനം, അത് നിങ്ങൾക്ക് ഹറാമാണ്, പവിത്രമായതാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ ചോര ചിന്തരുതേ, മറ്റുള്ളവരുടെ അഭിമാനത്തെ പിച്ചി ചിന്തരുതേ എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. എന്നിട്ട് അതിന് ചില ഉദാഹരണങ്ങൾ കൂടി. കഹുറുമത്തി യൗമിക്കും ഹാദാ, ഈ അറഫ ദിവസത്തിന്റെ പവിത്രത എത്രയുണ്ടോ അത്രയും വലിയ പവിത്രത ഒരു മനുഷ്യന്റെ അഭിമാനത്തിനും രക്തത്തിനുമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ തീർന്നില്ല. വഹുറുമത്തി ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന് എത്ര കണ്ട് പവിത്രതയുണ്ടോ അത്രമാത്രം പവിത്രത ഇസ്ലാമിനും ഈ ഇസ്ലാം നൽകുന്ന ഈ മനുഷ്യ കുലത്തിനുണ്ട് എന്ന് പരസ്പരം പഠിപ്പിക്കാൻ. അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ഹക്കിടപാടുകൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്, ഒരു മനുഷ്യന് അന്യായമായി കൊണ്ട് രക്തം ചിന്താൻ പാടില്ല. അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രൂപത്തിലുള്ള അവന്റെ ന്യൂനതകളെ പോലും അവരുടെ മുമ്പിൽ എടുത്തു പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഗീബത്ത് അല്ലേ, നമുക്കിടയിൽ വരുന്ന ഒരു വലിയ തിന്മയാണ് ഗീബത്ത് എന്നത്. എന്താണ് ഗീബത്ത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ, റസൂലെ, അവരിൽ ഉള്ള തിന്മയാണ് പറയുന്നതെങ്കിലും ഗീബത്താകുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവനിലുള്ള, തൻ്റെ സഹോദരനിലുള്ള ഒരു തിന്മ മറ്റുള്ളവരോട് പറയൽ തന്നെയാണ് ഗീബത്ത് എന്നാണ്. ഇനി അവനിൽ ഇല്ലാത്ത ഒരു തിന്മയാണ് പറയുന്നതെങ്കിൽ ഫഖദ് ബഹത്ത, അത് കെട്ടിച്ചമച്ച വമ്പിച്ച കളവാകുന്നു എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അതുകൊണ്ട് ന്യൂനതകളെ മറച്ചു വെക്കുക എന്നുള്ളത് അള്ളാഹ് ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. മൻ സത്തറ ഔറത്തൽ മുസ്ലിം സത്തറല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിമിന്റെ ഔറത്തിനെ, ഒരു തെറ്റ് ചെയ്തു, അത് നമ്മൾ അറിഞ്ഞു, അത് നാട്ടുകാരെടുത്ത് പറഞ്ഞെടുക്കാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്, മറിച്ച് അത് മറച്ചു വെക്കുകയും അവനെ ഉപദേശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തിന്മകളെ നാളെ പരലോകത്ത് മറച്ചു വെക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ തിന്മകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പരസ്യപ്പെടുത്തലല്ല, വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യലല്ല, നമ്മുടെ സുഹൃത്തുക്കളോട് പങ്കുവെക്കലല്ല, മറിച്ച് അത് മറച്ചു വയ്ക്കാനും അവനെ ഉപദേശിക്കുവാനുമാണ് നമുക്ക് ശ്രമിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഇന്ന് കൊലപാതകം, നിസാര കാര്യത്തിനു വേണ്ടി കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരാൻ, സ്വത്തിന്റെ പേരിൽ ഉമ്മയെ കൊല്ലുന്ന മക്കൾ, ചവിട്ടിക്കൊല്ലുന്ന മക്കൾ, അവിഹിത ബന്ധങ്ങൾക്ക് വേണ്ടി കുഞ്ഞിനെ പോലും കിണറ്റിലെറിയുന്ന മാതാവ്, തൻ്റെ കൂടെ കിടക്കുന്ന ഭർത്താവിനെ ഒഴിവാക്കി മറ്റൊരുത്തൻ്റെ കൂടെ പോകാൻ വേണ്ടി മക്കളെ കശാപ്പ് ചെയ്യുന്ന മാതാപിതാക്കൾ, എന്തെല്ലാം വാർത്തകളാണ് ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. അവിടെയാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രക്തം ചിന്താൻ പാടില്ല, അഭിമാനത്തിന് പോലും ക്ഷതം വരുത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ
ഈ ഉപദേശം എന്നത് കാലപ്രസക്തമുള്ള ഉപദേശമാണ്. ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തിയുള്ള ഒരു ഉപദേശമായിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. മൂന്നാമത്തെന്നറിയോ, ഈ നാസ്തികരും അതുപോലെ മതനിഷേധികളുമൊക്കെ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ പറയുന്നത്, ഈ ഇസ്ലാമിന് സ്ത്രീകളോട് പ്രത്യേകിച്ച് പരിഗണനയൊന്നുമില്ല, അവരെ അടിച്ച് അമർത്തി തൻ്റെ വീട്ടിനുള്ളിൽ അടുക്കളയ്ക്കുള്ളിൽ ഇടുന്ന ആളുകളാണ്, പർദ്ദയ്ക്കുള്ളിൽ തളയ്ക്കുന്നവരാണെന്നൊക്കെയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 1.25 ലക്ഷം വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ മൂന്നാമതായി ഉണർത്തിയത് സ്ത്രീകളുടെ വിഷയം. പൊതുവായി പറഞ്ഞതിന് ശേഷം എടുത്തു പറയുന്ന വിഷയം സ്ത്രീകളുടെ വിഷയം. അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചു പറയാണ്, ഫഇന്ന ലക്കും അലാ നിസാഇകും ഹഖ്ഖ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ചില ബാധ്യതകളുണ്ട് എന്ന്. പുരുഷന്മാരുടെ വിഷയത്തിലല്ല ആദ്യം പറഞ്ഞത്, ആദ്യം സ്ത്രീകളുടെ വിഷയത്തിൽ എടുത്തു പറയാൻ, പുരുഷന്മാരോട് വിളിച്ചു പറയാൻ, പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾക്ക് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. വലഹുന്ന അലൈക്കും ഹഖ്ഖ, അവൾക്ക് തിരിച്ചും അങ്ങോട്ടുമുണ്ട് എന്നാണ്. ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ സൂക്ഷിക്കണം. സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്നറിയോ, ആ സ്ത്രീയെ നമ്മൾ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയിട്ടുള്ളത്. ആ വിഷയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മീസാഖൻ ഖലീല, അത് വമ്പിച്ച കരാറാണെന്നാണ്. നിസ്സാര കാര്യമല്ല, കുട്ടിക്കളിയല്ല. അതുകൊണ്ട് നിങ്ങൾ സ്ത്രീകളുടെ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ സഗൗരവം അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം. നമ്മൾ ഉണ്ണുമ്പോൾ അവരെ തീറ്റിക്കണം, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അവരെയും വസ്ത്രം ധരിപ്പിക്കണം. അതല്ലാതെ അവരെ കെട്ടിയിടാനോ അവരെ അടിച്ചമർത്താനോ അവരെ പർദ്ദയ്ക്കുള്ളിൽ തളർത്താനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അവർക്കുള്ള അവകാശങ്ങൾ നേടിക്കൊടുക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാലാമത്തെ ഉപദേശം എന്നറിയോ, നാലാമത്തെ ഉപദേശം സ്ത്രീകളോടുള്ള ഉപദേശം തന്നെയാണ്. വലഹുന്ന അലൈക്കും ഹഖ്ഖ ലക്കും അലൈഹിന്ന അയ്യുതീന ഫുറാശക്കും അഹദൻ തക്റഹൂനഹു. അതായത് ഇന്ന് സമൂഹത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ, വാർത്തകൾ വായിക്കുന്നത് മോഡലിങ്ങിൻ്റെ പേരിൽ സെക്സ് റാക്കറ്റുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യം. അതിൻ്റെ പിന്നിൽ ഒരുപാട് സംഗതികൾ, അതല്ലാത്ത നമ്മുടെ മുമ്പിൽ വെളിപ്പെടാത്ത കുറേ സംഗതികൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. വീടുകൾക്കുള്ളിൽ, അയൽവാസികൾ തമ്മിൽ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ സോഷ്യൽ മീഡിയകൾക്കുള്ളിൽ ഇത്തരം അനാശാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉപദേശം നമുക്ക് പ്രസക്തമാണ്. എന്തെന്നറിയോ, നിങ്ങളുടെ ഭാര്യമാർ, ഈ ഭാര്യമാരെ കുറിച്ച് പറയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക്, നിങ്ങളുടെ ഭർത്താക്കന്മാർക്കല്ലാതെ നിങ്ങളുടെ കിടപ്പറ തുറന്നു കൊടുക്കരുത് എന്നാണ്. അവിടെ ശ്രദ്ധിക്കാൻ, ശാരീരിക ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഭർത്താവിന് കൊടുക്കേണ്ടത് ഭർത്താവിന് മാത്രം കൊടുക്കണമെന്ന ഉപദേശമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇനി അങ്ങനെ എങ്ങാനും അത്തരം ഫാഹിഷത്തുകൾ, മ്ലേച്ഛവൃത്തികൾ ഒരു പെണ്ണ് ചെയ്താലോ, എല്ലാം ഒഴിവാക്കി പോകാൻ ഭർത്താക്കന്മാരോട് പറയുന്നില്ല. മറിച്ച് ഭർത്താക്കന്മാരോട് പറഞ്ഞ ഉപദേശവും അവിടെ കാണാൻ സാധിക്കും. ഫഇൻ ഫഅൽന, ഇനി അവളെങ്ങാനും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഫഇന്നല്ലാഹ അദിന ലക്കും അൻ തഹ്ജറുഹുന്ന ഫിൽ മലാജിഇ വതദ്രിബൂഹുന്ന ളർബൻ ഗൈറ മുബ്റഹ്. പ്രവാചകൻ പറയാണ്, ഇനി എങ്ങാനും അത്തരം വലിയ തിന്മ അവളുടെ ഭാഗത്തു നിന്ന് ഈമാനിൻ്റെ കുറവ് കാരണത്താൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അവളെ വിരിപ്പിൽ നിന്ന് മാറ്റി നിർത്തണം എന്നാണ്, മാറ്റിക്കിടത്തണം. അതൊരു ശിക്ഷയാണ്, അള്ളാഹു അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ വേദനിക്കാത്ത രൂപത്തിൽ ഒരു അടിവെടുക്കാമെന്ന് വരെ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഭർത്താവിനും ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ് എന്നതുകൂടി സൂചിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉപദേശം കാലപ്രസക്തമാണ്. ആ കാലപ്രസക്തിയിൽ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണ്, നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവരാണ്. നിങ്ങളുടെ കീഴിലുള്ള വിഷയത്തിലുള്ള ഉത്തരവാദിത്തം മുഴുവൻ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം മുഴുവൻ നിറവേറ്റേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന തിരിച്ചറിവുണ്ടാവണമെന്നാണ്. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, വറജുലു റാഇൻ അലാ അഹ്ലി ബൈതി. ഒരു പുരുഷൻ തൻ്റെ വീട്ടിൻ്റെ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ള, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, അവരുടെ വിഷയത്തിൽ ഉത്തരവാദിത്തമുണ്ട്. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പാർപ്പിടം കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വൽമർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വലദിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവരാണ്.
ആ ഭർത്താവിലൂടെ ഉണ്ടായ കുട്ടികളുടെ വിഷയത്തിലും ഉത്തരവാദിത്തമുള്ളവളാണ് അവൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നും ആ ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ രക്ഷപ്പെടണമെങ്കിൽ അത് നിറവേറ്റണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇപ്പോഴുള്ള ചാനൽ ചർച്ചകളൊക്കെ എന്താണ്? ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്വം കൂടി, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, ഭർത്താവിൻ്റെ വീട്ടുകാരെ നോക്കണം, ആകെ പ്രശ്നമാണ് എന്നാണ്. അതുകൊണ്ട് കല്യാണങ്ങളൊക്കെ അങ്ങ് മാറ്റിവെച്ച് ലിവിങ് ടുഗദറായി ജീവിക്കാമെന്ന ചില ആശയങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾ പോലും മാറി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, പരസ്പരം ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്താൻ. അവിടെ സ്ത്രീകൾ ഭർത്താവിൻ്റെ വിഷയം നോക്കുമ്പോൾ ആ സ്ത്രീയുടെ വിഷയം നോക്കുന്ന ഭർത്താവ് ഇപ്പുറത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഇത് നാമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്, പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ ഈ പറയുന്ന ചിന്തകൾ, ഇത്തരം ലിബറൽ ചിന്തകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ തലയിലേക്ക് കയറുകയില്ല. കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അഞ്ചാമത്തെ ഉപദേശം എന്തെന്നറിയോ? ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന സർവ്വ തിന്മകളെയും ആ ഒരു സമ്മേളനത്തിലേക്ക്, സമാധാന സമ്മേളനം കൊണ്ട് അവസാനിക്കാൻ. എന്താണെന്നറിയോ? അതിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന കുല്ല ശൈഇൻ മിൻ അംരിൽ ജാഹിലി മൗളൂൻ തഹ്ത ഖദമി ഹാദാ. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന സർവ്വ അനാചാരങ്ങളും സർവ്വ ദുരാചാരങ്ങളും ഞാനിതാ എൻ്റെ കാലിൻ്റെ അടിയിലിട്ട് ചവിട്ടി മെതച്ചിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു. എന്നിട്ട് ഒന്നാമതായി പറഞ്ഞതെന്നറിയോ? രക്തത്തിനുള്ള പ്രതികാരം. അല്ലേ, ഇന്ന് ചോറ് വിളമ്പി കൊടുത്തിട്ടില്ല. ചില വാർത്തകളിൽ കാണാൻ കഴിയുന്നത് ഈ കല്യാണത്തിന് പോയിട്ട് ചോറ് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ അടി, പപ്പടം കൊടുക്കാത്തതിൻ്റെ പേരിൽ അവിടെ അടി. അല്ലേ, കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വായിച്ച വാർത്തകളാണ്. പരസ്പരം നിസാരമായ വിഷയത്തിൻ്റെ പേരിൽ തല്ലുകൂടുന്ന, കൊലവിളികൾ നടത്തുന്ന. കഴിഞ്ഞ ദിവസമാണ് തിരൂർ ബസ് സ്റ്റാൻഡിൽ 1 മിനിറ്റ് വൈകിയതിൻ്റെ പേരിൽ കണ്ടക്ടറും അവിടെയുള്ള ആളും തമ്മിലുള്ള അടി. അല്ലേ, നിസ്സാരമായ വിഷയത്തിൻ്റെ പേരിൽ അടികൾ, പരസ്പരം ഒരു ബഹുമാനമില്ലാതെ, ഒരാദരവില്ലാതെ, അങ്ങേയറ്റം മോശമായ രൂപത്തിൽ. ഒന്ന് പുറത്തു പറഞ്ഞാൽ ഇതിനാണോ നിങ്ങൾ അടി കൂടിയത് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ആളുകൾ ചിന്തിക്കുന്ന നിസ്സാരമായ വിഷയത്തിന് പോലും തർക്കവും കൊലവിളികളും നടത്തുന്ന സാഹചര്യത്തിൽ പ്രവാചകൻ പറയാണ്, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അത്തരം കൊലവിളികളെല്ലാം ഞാനിതാ എൻ്റെ കാലിൻ്റെ ചുവട്ടിലിട്ട് ചവിട്ടി മതച്ചിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? ഇന്ന കുല്ല ദിമൻ കാന ഫിൽ ജാഹിലിയ മൗദൂ. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന പരസ്പരം പകപോക്കലുകൾ ഇതാ അവസാനിച്ചിരിക്കുന്നു. അതിൽ റബീഅയുടെ വിഷയത്തിൽ ഞാനിതാ എൻ്റെ പകപോക്കലും അവസാനിച്ചിരിക്കുകയാണ് എന്ന് അവിടെ സ്വയം പ്രഖ്യാപിക്കാൻ പറയുക മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. പ്രവാചകൻ ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ ചെയ്തിട്ടില്ല. ആ പ്രവാചകൻ ആ ഒഴിവാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കി തന്നെയാണ്, മാതൃകാപരമായ ജീവിതമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. രണ്ടാമത്തെ, ആ ജാഹിലിയത്തിലുണ്ടായിരുന്ന മോശപ്പെട്ട പ്രവർത്തനം എന്നറിയോ? അത് ഇന്നും നമ്മുടെ സമുദായത്തിലുണ്ട്. ചെറിയ നിസാര വിഷയങ്ങളിൽ ബാങ്കുകൾ കയറിയിറങ്ങുന്ന ഉമ്മത്ത്. അല്ലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്ന കുല്ല റിബ മൗദൂ. എല്ലാ പലിശ സംവിധാനങ്ങളും ഇതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. തീർന്നില്ല, വലക്കും റുഊസു അംവാലിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മൂലധനത്തെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാം. ഈ ബ്ലൈഡിന് പലിശയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ കൊടുത്ത തുക തിരിച്ചു വാങ്ങാം. ഇനി ഈ ഉപദേശം കേട്ട് നന്നാവുകയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത തുകയെ തിരിച്ചു വാങ്ങാം. അതിനപ്പുറം നിങ്ങൾ പലിശ തിരിച്ചു വാങ്ങരുത് എന്നാണ് പ്രവാചകൻ അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ റിബയെ, ഈ പലിശയെ ഇല്ലാതാക്കിയെന്നു മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഖലല്ലാഹു അന്നഹു ലാ റിബ വ ഇന്ന റിബൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് മൗദൂഉ കുല്ലഹു. പ്രവാചകൻ ഇത് പറഞ്ഞിട്ട് ബാക്കിൽ നിന്ന് വേറെ സൈഡിൽ നിന്ന് പലിശ വാങ്ങിക്കൊണ്ടിരുന്നില്ല. മറിച്ച് ആ സ്പോട്ടിൽ പ്രഖ്യാപിച്ചു, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ എനിക്ക് കിട്ടാനുള്ള റിബയും ഞാനിതാ, എൻ്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള റിബയും ഞാനിതാ എൻ്റെ കാലിനടിയിലിട്ട് ഇത് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയായി പറയുന്നതോടൊപ്പം പ്രവർത്തിച്ച് കാണിച്ചു തന്നു എന്നാണ്. അതുകൊണ്ട് കേൾക്കുന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അത്തരം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത്. ഇനി അവിടെ തീർന്നില്ല. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വളരെ ഗൗരവമേറിയ വിഷയമുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു ഈ റിബയെ ഹറാമാക്കുകയും പലിശയെ ഹറാമാക്കുകയും കച്ചവടത്തെ അനുവദനീയമാക്കുകയും ചെയ്തു എന്നാണ്.
ഹലാലാക്കുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് പലിശയെക്കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ ബഖറയിലെ 278, 279 ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറു മാ ബഖിയ മിനർ റിബ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി കിട്ടാനിരിക്കുന്ന റിബയുടെ വിഷയത്തിൽ, പലിശയുടെ വിഷയത്തിൽ നിങ്ങൾ ഒഴിവാക്കണം, പലിശയെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞെന്നറിയോ? വദറു മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ചെയ്താൽ, നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ ഇനി പലിശയുമായി ബന്ധപ്പെടരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. ഇനി ആ ആയത്തിന്റെ തൊട്ടടുത്തുള്ള ആയത്തെന്നറിയോ? 279 ആയത്തെന്നറിയോ? ഫഇൻ ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. ഇനി നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും നിങ്ങൾ പലിശയുടെ പിന്നാലെ പോവേണം എങ്കിൽ നിങ്ങൾ കാത്തിരുന്നോളി, നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള യുദ്ധമാണ് എന്നാണ്. ചെറിയ നിസ്സാര കാര്യമല്ല പലിശ എന്നത്, നിസ്സാര കാര്യമല്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദറജ എന്നത് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്സാര കാര്യമായി നമ്മൾ കാണുന്നത് ഇസ്ലാമിൽ വലിയ സംഭവമാണത്. അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പലിശയുമായി ബന്ധപ്പെടുക. അതല്ലെങ്കിൽ എത്രയും വേഗം ആരെങ്കിലും പലിശയുമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ വലിയ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തേണ്ടത്. ഇനി ആ മഹാസമ്മേളനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് പ്രസംഗിച്ച പ്രസംഗത്തിലെ 6ാമത്തെ ഉപദേശം എന്നറിയോ? സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന 5 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ. സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എന്നാലും പ്രത്യേകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധ്യമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒന്ന്, ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബ് കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി, ആര് കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്തയോടുകൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന തഖ്വയുള്ളവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. രണ്ടാമത്തെന്നറിയോ? വസല്ലു ഖംസക്കും, നിങ്ങൾ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. വസൂമു ഷഹ്റക്കും, നിങ്ങൾ റമളാൻ മാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ നോമ്പ് നോൽക്കണം. തീർന്നില്ല, വഅദ്ദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിസാബും ഹൗലും പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി വിശുദ്ധ ഖുർആനിൽ 9-ാം അധ്യായം 60-ാമത്തെ ആയത്തിൽ പറഞ്ഞ 8 വിഭാഗം ആളുകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് അവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട നിങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ആ 2.5% നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇനി 5-ാമത്തെ ഉപദേശം എന്നറിയോ? വഅതീഉ ദാ അംരിക്കും, നിങ്ങളുടെ മേൽ കൈകാര്യകർത്താവുകളായ നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം എന്നാണ്. അത് ആ ഭരണാധികാരി എത്ര മോശപ്പെട്ട വ്യക്തിയാണെങ്കിലും ശരി, മുസ്ലിമായ ഭരണാധികാരിയെ നിങ്ങൾ അനുസരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ തദ്ഖുലുൽ ജന്നത റബ്ബക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ആ സ്വർഗത്തോപ്പിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിലപ്പെട്ട ഉപദേശങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർക്കുവാനും കേട്ട് മറ്റേ ചെവിയിലൂടെ ഒഴിവാക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഹജ്ജത്തുൽ വദാഇൽ ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ
അതിൽ 8ാമത്തെ ഉപദേശമായിക്കൊണ്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു എന്നതിനപ്പുറം നമ്മുടെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് വിളിക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. മറിച്ച് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം എന്ന് സ്വഹാബത്തിനെ ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രബോധനങ്ങൾ നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് നടത്തണം. നിസ്കാരത്തെക്കുറിച്ച് അറിയുന്നവൻ ആ നിസ്കാരത്തെക്കുറിച്ച് നിസ്കരിക്കാത്ത ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിസ്കരിക്കാൻ കൃത്യമായി അറിയാത്ത ആളുകൾക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അയൽവാസിക്ക്, കുടുംബത്തിൽ, മറ്റുള്ള ആളുകളിലേക്ക്, എങ്ങനെ തുടങ്ങി നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങി പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണല്ലോ ഈ ഹജ്ജിൽ നമ്മൾ വായിക്കുന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധന പ്രവർത്തനം തുടങ്ങുന്നത് തൻ്റെ ഉപ്പയിൽ നിന്നാണ്. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. എൻ്റെ പൊന്നുപ്പ, എന്തിനാണ് കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു മകനെ നമുക്ക് സൂറത്തുൽ മറിയമിൻ്റെ 42ാമത്തെ ആയത്ത് മുതൽ 45ാമത്തെ ആയത്ത് വരെയുള്ള ചുരുങ്ങിയ ആയത്തുകളിൽ നമുക്ക് 4 ഉപദേശങ്ങൾ ഉപ്പയോട് കൊടുക്കുന്ന ഉപദേശത്തെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ വീട്ടിനുള്ളിൽ ചില നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, നമ്മൾ മക്കളും വാപ്പയും ഉമ്മയും അതുപോലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെ ഉണർത്തി ഉപദേശിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന പ്രബോധനം അവിടെ നിന്ന് തുടങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിഷയത്തിൽ എടുത്തു പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇഖ്ലാസുൽ അമൽ, കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാകണം. റബ്ബിന് വേണ്ടി മാത്രമായിരിക്കണം. ആരെങ്കിലും കാണാനോ ആരെങ്കിലും കേൾക്കാനോ ആരെങ്കിലും നല്ലത് പറയാനോ വേണ്ടി ആയിരിക്കരുത് എന്നാണ്. റബ്ബിൻ്റെ പൂർണ്ണമായ തൃപ്തിക്ക് വേണ്ടിയായിരിക്കണം. മാത്രമല്ല വനസീഹത്തു ലിവലിയിൽ അംർ, അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഭരണാധികാരികളോട് നസീഹത്ത് ഉണ്ടാകണം. ഭരണാധികാരികൾക്കെതിരെ പ്രൊട്ടസ്റ്റ് നടത്തുക എന്നതല്ല, മറിച്ച് ആ ഭരണാധികാരികൾക്ക് നസീഹത്തോടുകൂടി കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. ഇത് മുസ്ലിം ഭരണാധികാരികളുടെ വിഷയത്തിൽ പറഞ്ഞ വിഷയമാണ്. അതുപോലെ തന്നെ ലുസൂമുൽ ജമാ, ഒരു സംഘമുണ്ടെങ്കിൽ ആ സംഘമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒറ്റയ്ക്ക് തെറ്റിത്തിരിഞ്ഞ് മാറി നിന്ന് അങ്ങനെ കൂട്ടായ്മയിൽ നിന്ന് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിൽക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുക എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തിൽ മുറുകെ പിടിക്കണം, ഒന്നിച്ചു നിൽക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുമ്പോൾ, സഹോദരങ്ങളെ, ഭിന്നതയും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദഅവത്തിന്റെ പേരിൽ നമ്മൾ ഒന്നിക്കുകയാണ് വേണ്ടത്, ഭിന്നിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒറ്റയും തെറ്റയുമായി മാറി നിൽക്കുകയല്ല വേണ്ടത്. ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ആരാണെങ്കിലും ശരി, ഒന്നിച്ചൊരു കൂട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് വലിയ റിസൾട്ടുകൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി ഒന്നിച്ചു നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന 9ാമത്തെ ഉപദേശം എന്നറിയോ? ആർക്കും ആരെക്കാളും ശ്രേഷ്ഠതയില്ല. വെളുത്തവന് കറുത്തവനെക്കാളുമോ, കറുത്തവന് വെളുത്തവനെക്കാളുമോ, ഒരു അറബിക്ക് അനറബിയെക്കാളുമോ, അനറബിക്ക് അറബിയെക്കാളുമോ ശ്രേഷ്ഠതയില്ല. ഇല്ലാ ബിത്തഖ്വല്ലാഹ്. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഖ്വ കൊണ്ടല്ലാതെ, സൂക്ഷ്മതാ ബോധം കൊണ്ടല്ലാതെ ഒരാൾക്കും പണമുള്ളവൻ പണമില്ലാത്തവൻ അങ്ങനെ വ്യത്യാസമില്ല. വെളുത്തവൻ കറുത്തവൻ വ്യത്യാസമില്ല. നല്ല കുടുംബത്തിൽ പിറന്നവൻ അല്ലെങ്കിൽ ഒരു ലോക്കൽ കുടുംബത്തിൽ പിറന്നവൻ അങ്ങനെ വ്യത്യാസമില്ല. അള്ളാൻ്റെ അടുക്കൽ അങ്ങനെ വ്യത്യാസമില്ല. ദീനുൽ ഇസ്ലാമിൽ അങ്ങനെ വ്യത്യാസമില്ല. ആകെ വ്യത്യാസം എന്തെന്നറിയോ? ഈ ആളുകളിൽ ആരാണ് തഖ്വ കൂടിയുള്ളവൻ, അവൻ അള്ളാൻ്റെ അടുക്കൽ ശ്രേഷ്ഠനാണ്. ഒരു കുടിലിൽ കഴിയുന്നവനാണ് തഖ്വ കൂടുതലുള്ളതെങ്കിൽ, അള്ളാഹുവിനെ കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്നതെങ്കിൽ, ഒരു കൊട്ടാരത്തിൽ കഴിയുന്നവനേക്കാൾ ആ കുടിലിൽ കഴിയുന്നവനാണ് അള്ളാഹ്ക്ക് പ്രിയം. അതുകൊണ്ട് സഹോദരങ്ങളെ, പണമോ പത്രാസോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, ഗ്ലാമറോ വെളുപ്പോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹു പരിഗണിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യൻദുറുല്ലാഹു ഇലാ സുവരിക്കും വ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിലേക്കോ നിങ്ങളുടെ രൂപത്തിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്. വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് എന്ന് പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ തഖ്വ നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം.
കുറേ സമ്പത്ത് നേടിയെടുക്കാൻ നമ്മൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ആ സമ്പത്ത് നേടിയെടുക്കുന്നതിനേക്കാൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് സ്ഥാനമുയരണമെങ്കിൽ, സ്വർഗം ലഭിക്കണമെങ്കിൽ ഈ തഖ്വ ഉണ്ടെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ആ സ്വർഗം നിർമ്മിക്കപ്പെട്ടത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ആ തഖ്വ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പരിഗണിക്കുന്നതും തഖ്വയുള്ള ആളുകളെയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുള്ളവരായി മാറണം. രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം. അതുകൊണ്ട് ഇസ്ലാം ദീനിൽ വർണ്ണവെറികൾക്കെതിരെ, അതുപോലെ തന്നെ ജാതി വർണ്ണ ദേശ മനുഷ്യ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ എല്ലാവരെയും സമപ്പെടുത്തി എന്നാണ്. ആർക്കും ആരെക്കാളും വ്യത്യാസമില്ല, ശ്രേഷ്ഠതയില്ല. ആകെ ശ്രേഷ്ഠതയുള്ളത് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന, ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ പ്രത്യേക പരിഗണന അള്ളാഹു നൽകുകയുള്ളൂ എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇതെല്ലാം ഒരു ഐക്യത്തിൻ്റെ, ഇന്ന് ജാതിയുടെയും മതത്തിൻ്റെയും അതുപോലെ തന്നെ വർണ്ണത്തിൻ്റെയും പേരിൽ ആളുകൾ ഭിന്നിച്ചു നിൽക്കുമ്പോൾ ഇതൊരു ഐക്യത്തിൻ്റെ സന്ദേശം കൂടിയായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. 10ാമത്തെ ഉപദേശം എന്നറിയോ? ആരാണ് വിശ്വാസി എന്ന് വിശ്വാസി സമൂഹത്തിനോട് വിളിച്ചു ചോദിക്കണം. 1.25 ലക്ഷം വരുന്ന പ്രവാചകനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച് ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന, അതും ഹജ്ജിന് വേണ്ടി ഒരുങ്ങി വന്ന ഒരു കൂട്ടം വിശ്വാസികൾക്ക് മുമ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അല ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ആരോട് പറയണത്? മുഅ്മിനീങ്ങളോട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ? മൻ അമിനന്നാസ അലാ അംവാലിഹിം വ അൻഫുസിഹിം, ഒരു മനുഷ്യൻ തൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവും എന്ന വിഷയത്തിൽ നിർഭയത്വത്തോടു കൂടി കഴിയണമെങ്കിൽ അവനാണ് മുഅ്മിൻ. അതായത് എന്നിൽ നിന്ന് മറ്റുള്ളവർ അവരുടെ സമ്പത്തും അവരുടെ രക്തവും അവർ നിർഭയത്വത്തോടു കൂടി എന്നിൽ ഭയമില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഞാനാണ് മുഅ്മിൻ. ഇനി തീർന്നില്ല, ആരാണ് മുസ്ലിം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വ ബിയദിഹി, അവൻ്റെ കയ്യിനാൽ അവൻ്റെ നാവിനാൽ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാവില്ലട്ടോ, ഉപദ്രവം ഉണ്ടാവില്ലട്ടോ എന്ന് പ്രവാചകൻ പറയാണ്. ഒരു മനുഷ്യനും ഒരു മുസ്ലിമിൻ്റെ നാവിനാൽ, ഒരു മുസ്ലിമിൻ്റെ കയ്യിനാൽ പ്രയാസം സംഭവിക്കുകയില്ല, പ്രയാസം സൃഷ്ടിക്കാൻ അവന് സാധിക്കുകയില്ല. അങ്ങനെ സൃഷ്ടിക്കുന്നവൻ മുസ്ലിമല്ല. മറ്റുള്ളവർ നിർഭയത്വത്തോടു കൂടി കഴിയുന്നുവോ, ഇവനെ ആലോചിക്കുമ്പോൾ നിർഭയത്വമാണോ വരുന്നത്, എങ്കിൽ അവനാണ് മുസ്ലിം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇനി ആരാ മുജാഹിദ്? താടി നീട്ടി വളർത്തി നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്നവൻ എന്നല്ല പറഞ്ഞത്. മറിച്ച് മുജാഹിദ് ആരെന്ന് ചോദിച്ചാൽ, മൻ ജാഹദ നഫ്സഹു ഫീ തആത്തില്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ, റബ്ബിനെ അനുസരിക്കുന്ന വിഷയത്തിൽ അവൻ സ്വന്തം നഫ്സിനെ ജിഹാദ് ചെയ്യുന്നു. സുബൈക്ക് പള്ളിയിൽ വരണമെങ്കിൽ കുറച്ച് ജിഹാദ് ചെയ്യണം. കാരണം ആ ഉറക്കം എന്നുള്ളത് നമുക്ക് വലിയ ആസ്വാദനം. ആ ഉറക്കിൽ നിന്ന്, കിടക്കയിൽ നിന്ന് എണീറ്റ് നല്ല തണുപ്പുള്ള സമയത്ത് വുളു എടുത്ത് പള്ളിയിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിനോടൊരു ജിഹാദ് ചെയ്യാണ്ട്. ഈ ഇരിക്കുന്ന ഇത്രയും ആളുകൾ ഈ പരിസര പ്രദേശത്തുള്ളവരാണ്. സുബഹിക്ക് ഏതായാലും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ പള്ളികളിൽ എത്രത്തോളം സഫുകൾ നിറയുന്നു എനിക്ക് അറിയില്ല. നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്, ഞാൻ സുബഹിക്ക് പള്ളിയിൽ കൃത്യമായി വരുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയം. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സ്വന്തം ശരീരത്തിനോട് ജിഹാദ് ചെയ്യുന്നവനാണ് മുജാഹിദ് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് നന്മകളിൽ മുന്നേറാൻ നമ്മുടെ മനസ്സിനെ പ്രാപ്തമനാക്കിയെടുക്കുക, അതാണ് ജിഹാദ്. അതാണ് ജിഹാദ്. ആദ്യം സ്വന്തത്തിനോട് ജിഹാദ് ചെയ്യണം. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ റബ്ബിന് കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അങ്ങനെ ജിഹാദ് ചെയ്തിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകനെ പോലും മറക്കാൻ തയ്യാറായിട്ടുള്ളത്. മകനെ അറുക്കുക എന്നുള്ളത് ചില്ലറ ജിഹാദല്ല വേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പക്ഷേ സാധിക്കാത്തൊരു വിഷയമാണ്. എന്നാൽ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അനുസരിച്ചു എന്നാണ്, മകൻ അനുസരിക്കാൻ തയ്യാറായി എന്നാണ്. ഇവിടെ സ്വന്തത്തിനോട്, സ്വന്തം ഇച്ഛകളോട്, സ്വന്തം താല്പര്യങ്ങളോട് ജിഹാദ് ചെയ്തുകൊണ്ട് റബ്ബിനെ അനുസരിക്കാൻ വേണ്ടി പരിശ്രമം എടുക്കണം. അതാണ് ജിഹാദ്. അവനാണ് മുജാഹിദ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇനി 4-ാമത്തെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വൽ മുഹാജിർ. ആരാ മുഹാജിർ എന്ന് പറഞ്ഞാൽ? നാടും വീടും ഒക്കെ വിട്ടിട്ട് പോകുന്നവരല്ല. അവർ മുഹാജിർ ആണ് എങ്കിൽ പോലും ശരിക്കുള്ള മുഹാജിർ ആരാണ് മുഹാജിർ എന്ന് പറഞ്ഞാൽ? ഹിജ്റ ചെയ്തവൻ എന്ന് പറഞ്ഞാൽ മൻ ഹജറ അൽ ഖതായ വദ്ദുനൂബ്, തൻ്റെ തിന്മയിൽ നിന്ന്, മോശത്തരത്തിൽ നിന്ന്, അതിൽ നിന്ന് ഹിജ്റ ചെയ്തവൻ, അതിൽ നിന്ന് ഓടി ഒളിച്ചവൻ, തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അകന്നവൻ.
മോശത്തരം പ്രവർത്തിക്കുന്നതിൽ നിന്ന് മാറി നിന്നവൻ, അവനാണ് മുഹാജിർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല ഈ ഈമാനും ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിൻ. പ്രവാചകൻ പറയുന്നത് മുഅ്മിൻ അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂല. മനസ്സിനെ ശുദ്ധീകരിച്ചവനല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. മനസ്സിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞതുമായ ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഈമാനിനെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് നേരത്തെ പറഞ്ഞ 10 ഉപദേശങ്ങൾ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബ രംഗത്ത് പാലിക്കേണ്ടത്, തൻ്റെ സാമൂഹിക രംഗത്ത് പാലിക്കേണ്ടത്, തൻ്റെ കച്ചവട രംഗത്ത് പാലിക്കേണ്ടത്, തൻ്റെ ദീനിന്റെ വിഷയത്തിൽ പാലിക്കേണ്ടത്, ഇബാദത്തുകളുടെ വിഷയത്തിൽ, അമൽ സാലിഹാത്തുകളുടെ വിഷയത്തിൽ പാലിക്കേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലപ്രസക്തമായ ഉപദേശങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ ഉപദേശങ്ങളെ നെഞ്ചോട് ചേർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.